ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന അടിപൊളി ഒരു മെഴുക്ക് പുരട്ടിയാണ്. സിമ്പിൾ മെഴുക്ക് പുരട്ടി എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അധികം സാധനങ്ങളൊന്നും ഇടാതെ സിമ്പിളായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി ചോറിന്, വെള്ളച്ചോറിനൊക്കെ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ കുറച്ച് പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈസിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, 2-3 പച്ചമുളക്, ഒരല്പ രുചിക്ക് വേണ്ടി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി നല്ലതാണ്. ഇനി ഞാനൊരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി നല്ല ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ മെഴുക്ക് പുരട്ടി ചെയ്താൽ നല്ല രുചിയായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അത്യാവശ്യം 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഈ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മൾക്ക് പയർ ചേർത്ത് കൊടുക്കാം. നല്ല ഇളം പയറാണ്, നല്ല വള്ളിപ്പയർ. ചോറിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ചോറിന്, കഞ്ഞിക്ക് ഒക്കെ വളരെ രുചിയായിരിക്കും. വളരെ കുറച്ച് ഐറ്റംസ്, ഇതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഗ്യാസ് സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇത്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിൽ തന്നെ മെഴുക്ക് പുരട്ടി ആക്കി എടുക്കണം. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.